ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാർലറ്റ് ബ്രോണ്ടയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലായ ജെയിൻ എയർ ആണ്. സോ ജെയിൻ എയർ എന്ന് പറയുന്ന ഈ നോവൽ പബ്ലിഷ് ചെയ്തത് ഷാർലറ്റ് ബ്രോണ്ടയുടെ പെൻ നെയിമായിട്ടുള്ള ക്യുറർ ബെൽ എന്നുള്ള പെൻ നെയിമിലാണ്. 1847 19th ഒക്ടോബറിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സ്മിത്ത് എൽഡർ ആൻഡ് കോ ഓഫ് ലണ്ടൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് അമേരിക്കൻ എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് വ്യൂവിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ തന്നെ ഈ സ്റ്റോറി ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു പോകുന്ന രീതിയിലാണ് നടക്കുന്നത്. ഇനി ഇതിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ജെയിൻ എയർ എന്ന് പറയുന്ന ഈ പ്ലോട്ടിൽ 38 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഇതിൽ ഒറിജിനലി 3 വോളിയൂംസ് ആണുള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 19th സെഞ്ച്വറിയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1 to 15 ഒരു ചാപ്റ്റർ, ഒരു ദ സെറ്റ്, ദെൻ 16 to 27, ദെൻ 28 to 38, ഇങ്ങനെ 3 വോളിയൂംസിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജെയിനാണ്. ഈ ജെയിനിൻ്റെ വ്യൂവിലാണ് നമ്മുടെ എൻറ്റയർ സ്റ്റോറി നടക്കുന്നത്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് സൈഡിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ജെയിനിൻ്റെ ലൈഫിലുള്ള 5 സ്റ്റേജസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 5 സ്ഥലങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗേറ്റ് ഷെഡ് ഹാളാണ്. ദെൻ സെക്കൻഡ് ലോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ തോൺഫീൽഡ് ഹാൾ, ദെൻ പറയുന്നത് മൂർ ഹൗസ് ആണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രപ്പോസൽസ്. ഇത്രയും സ്റ്റേജസിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ജെയിൻ എയർ ആണ്. ജെയിൻ എയർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരാണ് ഇതിലെ നറേറ്റർ ആൻഡ് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്സസ് സാറാ റീഡ്. മിസ്സസ് സാറാ റീഡ് എന്ന് പറയുന്നത് ജെയിനിൻ്റെ മെറ്റേണൽ ഓണ്ടാണ്. അവർ ജെയിനിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ ജോൺ റീഡ്, ദെൻ എലീസ റീഡ്, ജോർജിയാന റീഡ്, ദെൻ ബെസി ലീ, മിസ് മാർത്ത അബോട്ട്, ദെൻ മിസ്റ്റർ ലോയിഡ്, ദെൻ മിസ്റ്റർ ബോക്ലെസ്റ്റ്, ദെൻ മിസ് മരിയ ടെമ്പിൾ, ദെൻ മിസ് സ്കാച്ചേർഡ്, ദെൻ ഹെലൻ ബേൺസ്, മിസ്സസ് ആലിസ് ഫെയർഫാക്സ്, അഡീലി വാരൻസ്, ഗ്രേസ് പൂൾ, ലീ, then Blanche Ingram, Richard Mason, Robert Levin, then Bertha Mason, then Diana and Mary Rivers, Hannah, John Eyre Rivers, Rosamund Oliver, Mr. Oliver. ഇത്രയും ക്യാരക്ടേഴ്സാണ്. ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. സോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു മിസ്സസ് സാറാ റീഡ് ആണ് ജെയിനിൻ്റെ മെറ്റേണൽ ഓണ്ട്. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ദെൻ അവരുടെ മക്കളാണ് ജോൺ, എലീസ ആൻഡ് ജോർജിയാന എന്ന് പറയുന്ന 3 മക്കളുണ്ട്. ജോൺ റീഡ്, എലീസ റീഡ് ആൻഡ് ജോർജിയാന റീഡ്. ദെൻ അവളുടെ ഒരു നേഴ്സ് മെയ്ഡായിട്ട് പറയുന്നുണ്ട് ബെസി ലീ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മിസ്സസ് റീഡിൻ്റെ ഒരു മെയ്ഡാണ് മിസ് മാർത്ത അബോട്ട് എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 3 to 5 വരുന്ന ഒരു ക്യാരക്ടറാണ് മിസ്സസ് ലോയിഡ്. അത് ജെയിനിനെ സ്കൂളിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു അങ്കിളായിട്ടാണ് പറയുന്നത്. ദെൻ മിസ്റ്റർ ബ്രോക്ലെസ്റ്റ് ഒരു ക്ലർജിമാൻ ആണ്. ദെൻ മിസ് മരിയ ടെമ്പിൾ ഒരു വളരെ കൈൻഡായിട്ടുള്ള ഒരു സൂപ്രണ്ടൻ്റ് ആണ്. ദെൻ മിസ് സ്കാച്ചേർഡ് ഒരു ലോഡിലൊരു ടീച്ചറാണ്. ദെൻ ഹെലൻ ബേൺസ് നമ്മുടെ ജെയിൻ എയറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദെൻ മിസ്സസ് ആലീസ് ഫെയർഫോക്സ് ഒരു ഹൗസ് കീപ്പറാണ്. ദെൻ അഡലി വാരൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നോക്കാനായിട്ട് ജെയിൻ പോകുന്നുണ്ട്. ദെൻ ഗ്രേസ് പൂൾ ഒരു 30 to 40 ഏജിൽ വരുന്ന ഒരു വുമനാണ്. ദെൻ ലീ എന്ന് പറയുന്നത് തോൺഫീൽഡ് ഹാളിലെ ഒരു ഹൗസ് മെയ്ഡാണ്. ദെൻ ബ്ലാഞ്ചെ ഇൻഗ്രാം എന്ന് പറയുന്നത് ഒരു യങ് മാനാണ്. അതായത് റോച്ചസ്റ്റർ എന്ന് പറയുന്ന ആൾ കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് ബ്ലാഞ്ചെ ഇൻഗ്രാം എന്ന് പറയുന്നത്. ഒരു മാനല്ല, വുമനാണ്. ദെൻ റിച്ചാർഡ് മേസൺ ഒരു ഇംഗ്ലീഷ് മാനാണ്. ദെൻ റോബർട്ട് ലിവൻ ഒരു കോച്ച്മാനാണ്. ദെൻ ബെർത്ത മേസൺ എഡ്വേർഡ് റോച്ചസ്റ്റർ ഫസ്റ്റ് വൈഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഡയാന ആൻഡ് മേരി റിവേഴ്സ്, അവർ 2 പേരും സിസ്റ്റേഴ്സാണ്. ദെൻ ഹന്ന ഒരു റിവേഴ്സ് ഹോമിലെ ഒരു ഹൗസ് കീപ്പറാണ്. ദെൻ സെയിൻറ്റ് ജോൺ എയർ റിവർ, അത് ഒരു ക്ലർജിമാനാണ്.
ദെൻ റോസാമണ്ട് ഒലിവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈൻഡ്ലി വെൽത്തി ഒക്കെ ആയിട്ടുള്ള ഒരു യങ് വുമൺ ആണ്. മിസ്റ്റർ ഒലിവർ റോസാമണ്ടിൻ്റെ വെൽത്തി ആയിട്ടുള്ള ഒരു ഫാദറാണ്. സോ ഇത്രയും ക്യാരക്ടേഴ്സാണ് അതിൽ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോറിയിൽ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെയിൻ തന്നെയാണ്. ജെയിൻ സ്റ്റോറി തുടങ്ങുമ്പോഴുള്ള ഏജ് എന്ന് പറയുന്നത് 10 വയസ്സാണ്. അപ്പോൾ 10 വയസ്സായിട്ടുള്ള ജെയിന് ഇപ്പോൾ താമസിക്കുന്നത് അവളുടെ ആൻറ്റിയുടെ കൂടെയാണ്. അപ്പോൾ ആൻറ്റിയുടെ പേര് റീഡ് എന്നാണ്. അപ്പോൾ റീഡ് ഫാമിലിയിൽ മിസ്സസ് റീഡ് എന്നാണ് പറയുന്നത്. സോ റീഡ് ഫാമിലിയിലാണ് ജെയിൻ ഇപ്പോൾ താമസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിനിൻ്റെ അങ്കിൾ മരിക്കുന്നതിന് മുൻപായിട്ട് അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഓർഫണായിട്ടുള്ള ജെയിനിനെ അവരുടെ കൂടെ താമസിപ്പിക്കണം എന്നുള്ളത്. ഈ മിസ്സസ് റീഡ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അവരും അവരുടെ 3 മക്കളും ജോൺ, എലീസ, ജോർജിയാന ഇവരെല്ലാവരും ഒരുപോലെ തന്നെ ജെയിനിനെ ഉപദ്രവിച്ചിരുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിൻഡ്രലയായിട്ട് കണക്ഷൻ വരും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതുപോലെയായിരുന്നു അത്. അത്രയും ക്രൂരതകൾ അവളെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ. അവരുടെ മകനാണ് ജോൺ റീഡ് എന്ന് പറയുന്നത്. ജോൺ റീഡിൻ്റെ ഏജ് എന്ന് പറയുന്നത് 14 ഇയറാണ്. അയാൾക്ക് എപ്പോഴും ഈ കുട്ടിയെ ഉപദ്രവിക്കുക, വയലൻറ്റ് അറ്റാക്ക് ചെയ്യുക, ബുള്ളി ചെയ്യുക, അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് സ്വീറ്റ്സും അതുപോലെ തന്നെ ഫുഡുമായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ഹെൽത്തൊന്നും നോക്കിയിരുന്നില്ല. ഒരു മാതിരിയായിട്ടായിരുന്നു അയാൾ നടന്നിരുന്നത്. അതുമാത്രമല്ല അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ജോർജിയാന റീഡ് ജെയിനിൻ്റെ 11 ഇയർ ഓൾഡ് ഫസ്റ്റ് കസിനാണ്. കാണാനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവരും ഈ പറഞ്ഞ മാതിരി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജെയിനിനോട്. ഇപ്പോൾ ജെയിനിന് അവിടെ ആശ്വാസം എന്ന് പറയുന്നത് കുറച്ച് ബുക്സും അതുപോലെ തന്നെ ഒരു ഡോളും ഉണ്ട്. അപ്പോൾ അതാണ് അവളുടെ ഏക ആശ്വാസമായിട്ട് പറയുന്നത്. പിന്നെ ചില സമയത്ത് അവിടുത്തെ സെർവൻ്റായിട്ടുള്ള ബെസ്സി അവളോട് വളരെ സോഫ്റ്റായിട്ടും സ്നേഹത്തോടെയൊക്കെ സംസാരിക്കും. പക്ഷെ ചില സമയത്ത് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ അവളെപ്പോഴും ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ കൂടുതലായിട്ടും സപ്പോർട്ട് കിട്ടിയിരുന്നതും അല്ലെങ്കിൽ അവൾക്കൊരു ആശ്വാസം നൽകിയിരുന്നതും അവിടെയുള്ളൊരു ഡോളും അതുപോലെ തന്നെ കുറേ ബുക്സും ആയിരുന്നു. ഒരു ദിവസം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 14 വയസ്സുള്ള അവളുടെ കസിൻ ജോണിനെ കുറിച്ച്. ജോൺ ഒരു ദിവസം അവളെ ഉപദ്രവിക്കാനായിട്ട് വരും. ആ സമയത്ത് അവൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അവൻ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് അവളെ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവളുടെ ആൻറ്റി അവൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കും. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു റെഡ് റൂമുണ്ട്. അവളുടെ അങ്കിൾ ആ റൂമിൽ കിടന്നാണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെഡ് റൂമിലിട്ട് അവളെ ലോക്ക് ചെയ്യും. ആ റൂമിൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾ അവിടെ ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ പാനിക്കായിട്ട് ചുറ്റും നോക്കുമ്പോൾ ഇവൾ അവളുടെ അങ്കിളിനെ ഗോസ്റ്റിനെ അവിടെ കാണുകയും അവൾ അവിടെ ഫെയിൻറ്റ് ചെയ്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ റെഡ് റൂമിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതായത് പാരൻസും കുട്ടികളും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ റെഡ് റൂമിനെ അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ജെയിനിൻ്റെ ലൈഫിൽ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് വിത്ത് മെയിൽസ് ഫിഗേഴ്സുമായിട്ടുണ്ടാകുന്ന ഫ്യൂച്ചർ റിലേഷൻഷിപ്പും ഒക്കെ ഈ റെഡ് റൂമുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. സോ ഇവൾ ആ വീട്ടിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരേ ഒരാൾ മിസ്റ്റർ ലോയ്ഡാണ്. സോ ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് അവൾ എല്ലാ കാര്യങ്ങളും പറയും, അത്രത്തോളം അൺഹാപ്പിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ മിസ്സസ് റീഡിനോട് റെക്കമെൻഡ് ചെയ്യും, അതായത് ഇവളെ ഇവിടുന്ന് നമുക്ക് മാറ്റാം, അവളെ വേറൊരു സ്കൂളിലേക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഏത് സ്കൂളാണ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവർ ആദ്യം തിരക്കും. അപ്പോൾ ഗേൾസ് മാത്രം പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, ലോവുഡ് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ സ്കൂളിലേക്ക് നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാം എന്നൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ മിസ്സസ് റീഡ് ഓക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ ശല്യം ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ച് അവളെ ലോവുഡ് സ്കൂളിലേക്ക് അയക്കും. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ജെയിനിൻ്റെ ഓണ്ടിനോട് പറയും, നിങ്ങൾ ഒരിക്കലും ഞാനിനി ആൻറ്റി അല്ലെങ്കിൽ ഓണ്ട് എന്ന് വിളിക്കില്ല, ആ ഒരു റെസ്പെക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരില്ല. കാരണം നിങ്ങൾ ഒരിക്കലും എന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല നിങ്ങൾ എന്നോട് ഇവിടെ കാണിച്ച എല്ലാ ക്രൂവാലിറ്റിയും ഞാൻ ആ പോകുന്ന സ്കൂളിലുള്ള എല്ലാ കുട്ടികളോടും പറയും എന്നും അവൾ പറയും. മാത്രമല്ല അവളുടെ സഹോദരങ്ങളായിട്ടുള്ള വേറെ 2 പേരുണ്ടല്ലോ, ജോർജിയാന ആൻഡ് എലീസ, അവരോടും പറയും ഇത്രയും വഞ്ചന നിറഞ്ഞ ഒരു ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പുറത്തെല്ലാവരോടും അറിയിക്കും എന്നും അവൾ പറയുന്നുണ്ട്. ഇനി ലോവുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുവർ ഓർഫൻഡ് ആയിട്ടുള്ള ഗേൾസിനെ താമസിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ പാവപ്പെട്ട ആരുമില്ലാത്ത അനാഥ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവിടെ അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാഷായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തിരുന്നത്. അവളവിടെ കുറേ കഷ്ടപ്പെട്ടിട്ട് അവൾക്കൊരു ഫ്രണ്ടിനെ പിടിച്ചു. അത് അവളുടെ പേരാണ് ഹെലൻ ബേൺസ് ആണ് അവളുടെ ന്യൂ ഫ്രണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നതൊക്കെ ഹെലൻ ബേൺസുമായിട്ടാണ്. അങ്ങനെ ക്ലാസ്സിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഫ്രണ്ടായിട്ടുള്ള ഹെലൻ ബേൺസും
ജെയിനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഹെലൻ ബേൺസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവളുടെ നിസ്സഹായാവസ്ഥയും അതുപോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള നെയിൽസും അവൾക്ക് എപ്പോഴും അടി കിട്ടിയിട്ടുള്ള പാടുകളും ഒക്കെ അവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതൊക്കെ ഞാൻ സഹിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജെയിൻ പറയും നമ്മളിതൊന്നും ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല, ഇതിനൊക്കെ പ്രതികരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവൾ പറയും അങ്ങനെ എല്ലാത്തിനും നമുക്കങ്ങനെ പ്രതികരിക്കാനൊന്നും പറ്റില്ല, സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അവൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും തിരിച്ച് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് മിസ്റ്റർ ബ്രോക്കിൾ ഹേസ്റ്റ് ആയിരുന്നു. അയാൾ അവിടുത്തെ ഒരു ക്ലേർജി മാനാണ്. അതുമാത്രമല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ജെയിനിനെ അയാൾക്ക് എന്തോ ഇഷ്ടമല്ല. ഒരു ദിവസം ബ്രോക്കിൾ ഹേസ്റ്റ് സ്കൂളിൽ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്ന സമയത്ത് ജെയിനിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ സ്ലേറ്റ് ആക്സിഡൻ്റലി താഴെ വീണ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് ഇയാൾക്കത് കാണുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഇയാൾ അവളെ കള്ളി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അതുമാത്രമല്ല എൻറ്റയർ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ആ അസംബ്ലിയുടെ മുന്നിൽ വെച്ചിട്ട് ഇവൾ കള്ളിയാണ്, ഇവളോട് ആരും കൂട്ടുകൂടരുത്, ഇവളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കും. അങ്ങനെ എല്ലാവരും അവളെ അവിടെ നിന്ന് ഒറ്റപ്പെടുത്തും. പക്ഷേ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ ഒരിക്കലും ഒറ്റപ്പെടുത്തിയില്ല. എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ തന്നെ ഹെലൻ അവളുടെ കൂടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സൂപ്രണ്ടൻ്റ് അവിടെയുണ്ട്. ആ സൂപ്രണ്ടൻ്റ് മിസ് ടെമ്പിൾ എന്നാണ് സൂപ്രണ്ടൻറ്റിൻ്റെ പേര്. അപ്പോൾ സൂപ്രണ്ടൻറ്റ് അവളോട് സംസാരിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുമാത്രമല്ല ഈ പബ്ലിക്കായിട്ട് ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂപ്രണ്ടൻറ്റ് വിചാരിക്കും ഇവളെ ഇങ്ങോട്ട് അയച്ചിട്ടിരിക്കുന്ന അവളുടെ അങ്കിളിന് ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ലോയ്ഡ്, അയാൾക്ക് ഒരു ലെറ്റർ അയക്കാം. അതായത് ഇവളിവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവൾക്കൊരു ലെറ്റർ അയക്കാം എന്ന് അയാൾ ഡിസൈഡ് ചെയ്യുകയാണ് അവർ. അങ്ങനെ അവളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ അയക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്രോക്കിൾ ഹേസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇവരുടെ സ്കൂളെന്ന് പറയുന്നത് ഓർഫനായിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ബ്രോക്കിൾ ഹേസ്റ്റ് എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ മൊത്തം എടുത്തിട്ട് അയാളുടെ ഇഷ്ടത്തിനായിട്ട് വിനിയോഗിച്ച് ഒരു പൈസ പോലെ ഈ കുട്ടികൾക്ക് കൊടുക്കാതെ ഇവർ വളരെയധികം സാക്രിഫൈസ് ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ ഓരോ അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ ജെയിനെതിരെ ബ്രോക്കിൾ ഹേസ്റ്റ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നെന്നും ജെയിൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അതുമാത്രമല്ല ഈ ബ്രോക്കിൾ ഹേസ്റ്റ് അവിടെ ചെയ്തു കൂട്ടിയ വഞ്ചനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ ഇയാളുടെ ഒരു ക്രുവാലിറ്റി കാരണം ഈ ലോർഡ് സ്കൂളിൽ 80 സ്റ്റുഡൻസ് ആണുള്ളത്. 80 സ്റ്റുഡൻസിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് വിറച്ചിട്ടുള്ള കോൾഡ് റൂംസിലാണ് ഇവർ കിടക്കുന്നത്. അതുപോലെ കഴിക്കാനായിട്ട് നല്ല ഭക്ഷണമൊന്നുമില്ല, വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് കഴിക്കാൻ കിട്ടിയിരുന്നത്. വസ്ത്രം എന്ന് പറയാൻ പ്രോപ്പറായിട്ട് അവർക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്കൊക്കെ പെട്ടെന്ന്, അതായത് ആരോഗ്യമില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ തുടങ്ങി. അതായത് ടൈഫസ് എപ്പിഡമിക്സ് എന്ന് പറയുന്ന ഒരു പകർച്ചവ്യാധി പോലെ എല്ലാവർക്കും വന്ന് കുട്ടികളെല്ലാം അവിടെ വീഴാൻ തുടങ്ങി. അതായത് മൊത്തത്തിൽ അവരുടെ അവസ്ഥ വളരെ ശോചനീയമായി. അപ്പോൾ ഈ കുട്ടികളുടെ ഈ അവസ്ഥയൊക്കെ കൂടെ കണ്ടപ്പോൾ ബാക്കി എല്ലാവരും ഈ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അതിനുശേഷം ഇയാളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും അതായത് ഒഴിവാക്കുകയും അവിടെ ആ ബിൽഡിംഗ് എല്ലാം വേറെ ആൾക്കാരെല്ലാം ഏറ്റെടുത്തിട്ട്, അതായത് ചാരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്തെന്ന് വേറെ ആളുകൾ എടുത്തു കൊടുത്ത് അത് റീബിൽഡ് ചെയ്ത് അവർ നല്ല കണ്ടീഷനിൽ ആ ഒരു സ്കൂൾ കൊണ്ട് നടക്കാനായിട്ട് പോയി. പക്ഷേ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് അസുഖം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അസുഖത്തിനിടയിലാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഹെലൻ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ വൈറ്റ് ഡെത്ത് സംഭവിച്ചിട്ട് അവളുടെ ഹെലൻ എന്ന് പറയുന്ന സുഹൃത്ത് ജെയിനിൻ്റെ കയ്യിൽ കിടന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ലോവുഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നത്. പിന്നെ നടക്കുന്ന നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തോൺഫീൽഡ് ഹാളിലാണ്. അപ്പോൾ ഒരു 6 വർഷത്തോളം ജെയിൻ അവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചിരുന്നു. അതായത് ലോവുഡിലായിരുന്നു നിന്നുണ്ടായിരുന്നത്. അതായത് 6 വർഷത്തോളം അവളവിടെ താമസിച്ചു. അതായത് 6 ഇയർ ആസ് എ സ്റ്റുഡൻ്റായിട്ടും ബാക്കിയുള്ള 2 വർഷം അവളവിടെ ടീച്ചറായിട്ടുമാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം അവളുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ തോൺഫീൽഡ് ഹാളിലേക്ക് ഒരു ഗവേണേഴ്സ് ആയിട്ടാണ് പോയത്. അതായത് അവളവിടെ അനുഭവിച്ചിരുന്ന ഒരു ബോറിങ് ലൈഫായിരുന്നു ലോവുഡിൽ. അപ്പോൾ അത് നിർത്തിയിട്ട് അവൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പുതിയൊരു സ്ഥലത്തെ കണ്ടുപിടിച്ച് അവൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ അതിനെ ഹെൽപ്പ് ചെയ്തത്, അതായത് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിരുന്ന മിസ് ടെമ്പിൾ ഒരു സൂപ്രണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവരും അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയി. അതിനുശേഷം ജെയിൻ നേരെ പോകുന്നത് തോൺഫീൽഡ് ഹാളിലാണ്. തോൺഫീൽഡ് ഹാളിൽ അവളൊരു ഗവേണേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഗവേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ട്യൂട്ടറായിട്ട് പറയാം. അതായത് കുട്ടികളെ ട്രെയിൻ ചെയ്യാനും അവരുടെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ നോക്കാനും ട്രെയിൻ ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗവേണേഴ്സ് എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് ട്യൂട്ടർ. സോ തോൺഫീൽഡ് ഹാളിൽ
മിസ്റ്റർ റോഞ്ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. മിസ്റ്റർ റോഞ്ചെസ്റ്ററുടെ കെയറിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എഡലെ വെറൺ. ഈ എഡലെ വെറണിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജെയിൻ തോൺഫീൽഡ് ഹാളിലേക്ക് പോയത്. ഈ എഡലെ വെറൺ ഒരു ഫ്രഞ്ച് ഗേളാണ്. അതുപോലെ ഇവരുടെ വീട്ടിലൊരു ഹൗസ് കീപ്പർ ഉണ്ട്. അവരുടെ പേര് ആലിസ് ഫെയർഫാക്സ് എന്നാണ്. ഓക്കെ, എഡല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് പറയുന്നത്. എഡലയുടെ അമ്മ ഒരു ഡാൻസറൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെ ഉപേക്ഷിച്ച് പോയി. അതുപോലെ തന്നെ ഇയാളുടെ മകളാണെന്നാണ് വിശ്വസിക്കുന്നത്. മകളാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. സോ ഒരു ദിവസം നമ്മുടെ ജെയിൻ ഒരു കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് അവളുടെ ഫ്രണ്ടിലൂടെ ഒരു കുതിരക്കാരനും അതുപോലെ തന്നെ ഒരു ഡോഗും അവളെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ കുതിര അവിടെയുള്ള ഐസിൽ ഒന്ന് സ്ലിപ്പായിട്ട് വീഴാൻ പോകും. അങ്ങനെ ബാക്കിലിരിക്കുന്ന റൈഡറെ കുതിര ഒന്നിങ്ങനെ പുഷ് ചെയ്തിട്ട് അയാളും താഴെ വീഴും. അപ്പോൾ ഇവളും ഒരു ഹോഴ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവൾക്ക് അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ആ വീണ ആൾ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ ആ വീണ ആളെ പിടിച്ച് അവളുടെ കുതിരപ്പുറത്ത് വലിച്ച് കയറ്റി കൊണ്ടുപോകും. വലിച്ചു കയറ്റിയിട്ട് നേരെ തോൺഫീൽഡ് ഹാളിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഇയാൾ താഴെ ഇറക്കി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അവളുടെ യജമാനനായിട്ടുള്ള ആളായ മിസ്റ്റർ റോജസ്റ്റർ ആണെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അയാളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് അതിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇയാൾക്ക് ഇഷ്ടമായിട്ട് ഇയാൾക്ക് ഇവളോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ അവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. അതിനുശേഷം അവർ ഒരുപാട് സമയം ഇങ്ങനെ അവരുടെ ലൈഫിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ അവളുടെ ലൈഫിൽ അവൾ കുറച്ച് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് റോച്ചസ്റ്ററിലൂടെയാണ്. പക്ഷേ ഈ റോച്ചസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ അവളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഓൾറെഡി അയാളുടെ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അത് പക്ഷേ അയാൾ ആരോടും പറയാതെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ട്രാപ്പ് ചെയ്തിട്ടാണ് ആ ഒരു കല്യാണം നടത്തിയത്. ആ പെൺകുട്ടിയുടെ പേര് ബെർത്ത മേസൺ എന്നാണ്. ബെർത്ത മേസൺ ഒരുപാട് ക്യാഷൊക്കെ ഉള്ള ഒരുപാട് പണമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അച്ഛൻ ആണ് ഇങ്ങനൊരു കല്യാണത്തിന് അവനെ കൊണ്ടുപോയി എത്തിച്ചതെന്നുള്ളത് പിന്നീട് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഒട്ടും നമ്മൾക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പാതിരാത്രി ഇങ്ങനെ ആരൊക്കെ പൊട്ടിച്ചിരിക്കുന്ന പോലെ കേൾക്കുന്നു. അതുപോലെ ഒരു ദിവസം മിസ്റ്റർ റോച്ചസ്റ്ററിൻ്റെ റൂമിൽ പെട്ടെന്ന് തീ പിടിക്കുന്നു. അപ്പോൾ തീ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേട്ടിട്ട് അവനെ രക്ഷിക്കാനായിട്ട് വരുന്നത് ജെയിനാണ്. അപ്പോൾ ജെയിൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് അവനെ രക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ മെയ്സന് അറ്റാക്ക് ഉണ്ടാകുന്നു. നേരെ അയാൾക്കെതിരെ അറ്റാക്ക് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് നടക്കുന്ന ഇൻസിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ജെയിനാണ് മിസ്റ്റർ റോച്ചസ്റ്ററിനെ ഫയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഭയങ്കര ഇമോഷണലി അവർ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇഷ്ടം അവിടെ വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ഒരു പാർട്ടിക്ക് പോയിട്ട് പിറ്റേ ദിവസം തന്നെ അയാളൊരു പാർട്ടിക്ക് പോവാണ്. ഒരു ഡിസ്റ്റൻറ്റ് പാർട്ടിയാണ്. ആ പാർട്ടി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് അയാൾ കൂടെ ബ്ലാഞ്ചെ ഇൻഗ്രാം എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടാവും. അപ്പോൾ അവളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെയിന് അസൂയ തോന്നുന്നുണ്ട്. പക്ഷേ ജെയിനോട് നമ്മുടെ റോച്ചസ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജെയിനോടാണെന്നുള്ളതും പിന്നീട് അവൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ജെയിനിന് ഒരു ലെറ്റർ വരുന്നുണ്ട്. മിസ്സസ് റീഡ്, അവളുടെ ആൻറ്റിയുടെ ലെറ്ററാണ് വരുന്നത്. അവർക്ക് സ്ട്രോക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രോക്ക് വന്നതിന് ശേഷം അവരവളെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ്. ഗേറ്റ്ഷെഡ് ഹാളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോഴാണ് അവൾ ഗേറ്റ്ഷെഡ് ഹാൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും ഒക്കെ അവൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം അവൾ ഗേറ്റ്ഷെഡ് ഹാളിലേക്ക് പോവുകയാണ്. മിസ്സസ് റീഡ് അവളെ കാണുമ്പോൾ തന്നെ കൺഫസ് ചെയ്യാൻ തുടങ്ങും. അതായത് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയും. അതുമാത്രമല്ല, ഇവളുടെ അങ്കിളായിട്ടുള്ള ഇവളെ ലോവഡ് സ്കൂളിലേക്ക് സെൻഡ് ചെയ്തിരുന്ന ഇവളുടെ ആ അങ്കിളിനോട് പോലും ഈ മിസ്സസ് റീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവൾ ലോവഡ് സ്കൂളിൽ അസുഖം വന്ന് മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആ കത്തയക്കുന്നത് ജോൺ എയർ എന്ന് പറയുന്ന അവളുടെ അങ്കിളാണ്. അപ്പോൾ അങ്കിളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജെയിൻ എയറിനെ തൻ്റെ കൂടെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ലെറ്റർ അയക്കുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്കിളിനെ കാണാനായിട്ടും അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ വേറൊരു ക്യാരക്ടറിനെ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാഞ്ചെ ഇൻഗ്രാം എന്ന് പറയുന്നത് ഇയാൾക്കൊരു പാർട്ടിയിൽ മിസ്റ്റർ റോച്ചസ്റ്ററിൻ്റെ കൂടെ ഒരു പാർട്ടിയിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ്റെ പാരൻസും എല്ലാവരും കൂടെ ബ്ലാഞ്ചെയും ഇവരെയും കൂടെ കല്യാണം കഴിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യും. അങ്ങനെ അവൻ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കും. പക്ഷേ ഈ റോച്ചസ്റ്ററുടെ മനസ്സിൽ ജെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജെയിനെ കല്യാണം കഴിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം.
അങ്ങനെ ഒരു ദിവസം ഈവനിങ്ങിൽ ജെയിനെ കാണാനായിട്ട് റോച്ചസ്റ്റർ വരും. എന്നിട്ട് പറയും, ഞാൻ എത്രത്തോളം നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ അത് അവൾക്ക് വല്ലാത്ത സർപ്രൈസ് തോന്നിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവളുടെ അങ്കിളിനോട് ലെറ്റർ രീതിയിൽ ലെറ്റർ എഴുതി അയക്കും. കാരണം അത്രത്തോളം ഹാപ്പി ന്യൂസ് ആണല്ലോ അത്. അങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം അവൾ ഇടാനായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഡ്രസ്സ് ഒരു സ്ട്രേഞ്ച് വുമൺ, അതായത് നമുക്ക് കണ്ടാൽ പോലും പേടി തോന്നുന്ന ഒരു വുമൺ രാത്രി കയറി വന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്യും. അതൊരു മിസ്റ്റീരിയസ് ഈവൻ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. വെഡ്ഡിങ്ങിൻ്റെ ഇടയിൽ അവിടേക്ക് മിസ്റ്റർ മേസണും അതുപോലെ തന്നെ ഒരു ലോയറും കൂടെ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഈ വിവാഹം ഇവിടെ നടക്കില്ല, കാരണം മിസ്റ്റർ റോച്ചസ്റ്റർ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ബർത്ത എന്ന് പറയുന്ന കുട്ടി, അതായത് മിസ്റ്റർ മേസൻ്റെ സിസ്റ്ററായിട്ടുള്ള ബർത്തയെ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഇവിടെ നടക്കില്ല എന്ന് പറയും. അപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്റർ പറയും, അത് സത്യമാണ്, പക്ഷേ ഇത് എൻ്റെ ഇഷ്ടപ്രകാരം നടന്നതല്ല. എൻ്റെ ഫാദറിനെ പറ്റിച്ച്, അവളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാദറിനെ പറ്റിച്ചിട്ട് കള്ളത്തരത്തിലൂടെ കല്യാണം കഴിപ്പിച്ചതാണ്. അതുമാത്രമല്ല, ആ കല്യാണത്തിന് ശേഷം അവളുടെ ലൈഫ് കംപ്ലീറ്റ് മാറി, അവൾ കംപ്ലീറ്റ് മാഡായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പറയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഹിഡൻ ആയിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പാതിരാത്രിക്ക് ഇങ്ങനെ ചിരി, അതുപോലെ തീപിടുത്തമൊക്കെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു മെയ്ഡുണ്ട്, ഗ്രേസ് പൂൾ എന്ന് പറയുന്ന ഒരു മെയ്ഡുണ്ട്. ഈ ഗ്രേസ് പൂൾ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മദ്യപിക്കാൻ തുടങ്ങും. മദ്യപിച്ച ശേഷം അവരുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് പിന്നീട് അവരെല്ലാവരും റിയലൈസ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ അങ്കിളിന് മാരേജിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, ജോൺ അയർ എന്ന് പറഞ്ഞ അങ്കിള്. പക്ഷേ മിസ്റ്റർ മെയ്സൻ്റെ ഫ്രണ്ട് കൂടിയായിരുന്നു അങ്കിൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണത്തിൻ്റെ കാര്യം. അപ്പോൾ കല്യാണം നടന്നില്ല എന്നുള്ള കാര്യമൊക്കെ അയാൾ അറിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കല്യാണം നടക്കാത്തതിൻ്റെ ഒരു വിഷമം ഒരു സൈഡിലുണ്ട്. അപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്റർ അവളോട് പറയുകയാണ്, നമ്മുടെ കല്യാണമൊന്നും നടന്നില്ല എങ്കിലും നമുക്ക് ഈ ഫ്രാൻസിൻ്റെ സൗത്ത് റീജിയനിൽ പോയിട്ട് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നമുക്ക് ജീവിക്കാം, നമ്മൾക്കിനി കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ സ്വയം ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളോട് തന്നെ ചോദിക്കുകയാണ്, ഈ കല്യാണം കഴിഞ്ഞ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് തൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കും, തൻ്റെ ക്രിസ്ത്യൻ വാല്യൂസും ബിലീഫ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും, അപ്പോൾ അതങ്ങനെ ജീവിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ അവൾ സ്വയം ചിന്തിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ തോൺഫീൽ ഹാളിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് ജെയിൻ അവിടെ വിടുകയാണ്. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മൂർ ഹൗസ് ആണ്. അവിടെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ജെയിൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കയ്യിലൊന്നും എടുക്കില്ല, പൈസയോ ഒരു കാര്യങ്ങളും അവളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പൈസയൊന്നും ഇല്ലാതെ ഉറങ്ങാനൊന്നും കഴിയാതെ അലഞ്ഞ് തിരിഞ്ഞ് തെരുവിലൂടെയൊക്കെയാണ് അവളിങ്ങനെ നടക്കുന്നത്. അതുപോലെ ഭിക്ഷ യാചിച്ചിട്ടൊക്കെയാണ് അവൾ, അതായത് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ യാചിച്ചിട്ടൊക്കെയാണ് അവൾ നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ കുറച്ച് പരിചയത്തിലുള്ള അവളുടെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ടുമുട്ടുന്നത്. റിലേറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല, 3 സഹോദരങ്ങളാണ് അവർ, മേരി, ഡയാന ആൻഡ് സെൻറ്റ് ജോൺസ് റിവേഴ്സ്. ഇവർ മൂർ ഹൗസിൽ താമസിക്കുന്ന 3 സഹോദരങ്ങളാണ്. അവർ ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ക്ലർജിമാന് മനസ്സിലാവുന്നുണ്ട് ഇവളൊരു ടീച്ചറാണെന്ന് മനസ്സിലാവുകയും ഇവളുടെ കഥകളൊക്കെ കേട്ട ശേഷം ഈ ജോൺ എന്ന് പറയുന്ന ക്ലർജിമാൻ മോർട്ടണിൽ ഒരു ചാരിറ്റി സ്കൂളിൽ ഇവൾക്ക് ടീച്ചറായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജെയിൻ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ സഹോദരനുമായിട്ടൊക്കെ നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവരോടിങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോൾ ഇവർ കസിൻസ് ആണെന്ന് റിയലൈസ് ചെയ്യാണ്. അങ്ങനെയാണ് അങ്കിളിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജെയിനോട് പറയുന്നത്. അതായത് സെൻറ്റ് ജോൺ പറയാണ്, ജോൺ എയർ എന്ന് പറയുന്ന നിൻ്റെ അങ്കിൾ മരിച്ചുപോയി, അതുമാത്രമല്ല മരണശേഷം അയാൾ ഒരു 20,000 പൗണ്ട് നിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് നീ അർഹപ്പെട്ടവളാണ് എന്നൊക്കെ ഇവളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ക്ലർജിമാനാണ്. അവൾ നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് ആ 20,000 അവൾ റിസീവ് ചെയ്തതിന് ശേഷം ഇവൾക്കൊരാപത്ത് വന്നപ്പോൾ ഇവളെ രക്ഷിച്ചത് ഈ 3 സഹോദരങ്ങളാണല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ഇത് തുല്യമായിട്ട് വീതിച്ചു കൊടുത്ത് അവർ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു മൂർ ഹൗസിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ജെയിൻ എയർ ഇങ്ങനെ കുറേ കാലമായിട്ട് ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലർജിമാനായിട്ടുള്ള ജോൺ അവളോട് പറയും, നമുക്ക് കല്യാണം കഴിക്കാം, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മിഷണറി വൈഫായിട്ട് നിനക്ക് അവിടെ താമസിക്കാം, അത് മാത്രമല്ല നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം, ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടല്ല, അതെൻ്റെ കടമയാണ് എന്ന് പറയും. അപ്പോൾ ജെയിൻ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ പിന്നീട് പറയും കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഇന്ത്യയിലേക്ക് നമുക്ക് പോകാം, പക്ഷേ പോകുന്നത് ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള റിലേഷൻഷിപ്പിലായിരിക്കണം എന്നിങ്ങനെ അവൾ പറയും. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് അവളുടെ പേര്, അതായത് ജെയിൻ എന്നുള്ള പേര് റോച്ചസ്റ്റർ വിളിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്.
ഒരു ദിവസം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റോച്ചസ്റ്ററിൻ്റെ ഫാമിലിയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ റോച്ചസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ചെന്ന സമയത്താണ് അറിയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് അഡീലിയനെ അവർ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടു. സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അയാളുടെ ഭാര്യ ആ വീടിന് തീ കൊളുത്തുകയും അതിന് ശേഷം റൂഫിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് സെർവൻറ്റും അതുപോലെ തന്നെ റോച്ചസ്റ്ററും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവളെ രക്ഷിക്കാനായിട്ട് ഒപ്പം ചാടുകയൊക്കെ ചെയ്തു. ആ ഹെൽപ്പിങ്ങിൻ്റെ ഇടയിൽ റോച്ചസ്റ്ററിൻ്റെ ഒരു കൈയും അതുപോലെ തന്നെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ജെയിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ റോച്ചസ്റ്ററുമായിട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോൾ ഒന്നിക്കുന്ന സമയത്ത് അവളുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെ വിട്ടു പോകുമെന്നുള്ളൊരു പേടിയും അയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല, കാരണം എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയും. അങ്ങനെ അവളുടെ വളരെ പ്യുവറായിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ളതും പറയും. അതുമാത്രമല്ല ഒരു ദിവസം രാത്രി ഇവളെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇയാൾ അവളുടെ പേര് വിളിച്ചതായിട്ട് ഇയാൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ അയാൾ വിളിക്കുന്നതായിട്ട് അവൾ വളരെ ദൂരത്തുള്ള നൂർ ഹൗസിൽ ഇരുന്നിട്ട് അയാൾ വിളിച്ച വിളി കേട്ടതായിട്ടും ഇവൾ തിരിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല ജെയിൻ ഇപ്പോൾ വളരെയധികം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പൈസയൊക്കെയുള്ള വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുള്ളത് ജെയിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെയിൻ പറയും ഒരിക്കലും ഉപേക്ഷിക്കില്ല, വിട്ടു പോകില്ല എന്ന്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിയുന്നു. പിന്നെ അവിടെ അവർ താമസിക്കുന്നത് ഫോർഡിയൻ മാനർ എന്ന് പറയുന്ന കാടിനുള്ളിൽ ഒരു പഴയൊരു വീട്ടിൽ അവർ വളരെ സന്തോഷത്തോടെ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പം തന്നെയാണ് അഡീലും വളരുന്നത്. അഡീൽ അവരുടെ കൂടെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ താമസിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് സഹോദരങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, ഡയാന, മേരി, അതുപോലെ തന്നെ ജോൺ. ഡയാനയും മേരിയും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മിഷണറി ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജോൺ ഇന്ത്യയിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് അയാൾക്ക് ഗുരുതരമായിട്ടുള്ളൊരു അസുഖം ബാധിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ജെയിൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം റോച്ചസ്റ്ററിന് ഒരു കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ച തിരിച്ച് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാഴ്ച തിരിച്ച് ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവർക്കൊരു കുട്ടി ജനിക്കുന്നത്. ഒരു ബോയാണ്. അപ്പോൾ ആ നവജാത ശിശുവിനെ അയാൾക്ക് ആ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. സോ ഈ നോവൽ ഒരു ഹാപ്പി എൻഡിങ്ങിലാണെന്ന് നമുക്ക് പറയാം. വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വളർന്ന ജെയിൻ എയറിൻ്റെ ലൈഫും അതുപോലെ തന്നെ അവിടെ നടന്ന കാര്യങ്ങളും ഒക്കെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നതിലൂടെയാണ് നമ്മുടെ നോവൽ നമ്മുടെ ഷാർലറ്റ് ബ്രൗണിൻ്റെ അവസാനിപ്പിക്കുന്നത്.